കാറപകടത്തിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പാലക്കാട് സ്വദേശിയായ ഡോക്ടറുമായി ബാലഭാസ്കറിനുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടിൽ ദുരൂഹതയില്ലെന്ന നിഗമനത്തിൽ പോലീസ് എത്തുമ്പോൾ ആയുർവേദ റിസോർട്ടിന് ബാലഭാസ്കർ വഴി 1.5 കോടി രൂപ ലോൺ ലഭിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അച്ഛൻ CK ഉണ്ണി രംഗത്തെത്തി. തിരുവനന്തപുരത്ത് ബാലഭാസ്കർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് മാധ്യമപ്രവർത്തകരോട് ബാലഭാസ്കറിന്റെ മരണത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത്. ആയുർവേദ റിസോർട്ടിന് ബാലഭാസ്കർ വഴി 1.5 കോടി രൂപ ലോൺ ലഭിച്ചത് SBI വഴിയാണെന്നും തന്റെ അനുജൻ തന്നെയായിരുന്നു ആ സമയത്ത് അവിടുത്തെ ഡെപ്യൂട്ടി ജനറൽ മാനേജറെന്നും പിന്നീടാണ് വളരെ ചെറിയ രീതിയിലായിരുന്ന റിസോർട്ട് വളർച്ച പ്രാപിച്ചതെന്നും ബാലഭാസ്കറുടെ പിതാവ് വെളിപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ചെറുപ്പളശ്ശേരിയിൽ 50 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് എന്നോട് ബാലു പറഞ്ഞിട്ടുണ്ട്. സ്റ്റീഫനോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒന്നും കണക്കുകൾ ഇപ്പോൾ കാണാനില്ല. എനിക്ക് വയസ്സുകാലത്തുണ്ടായിരുന്ന ആകെയുള്ള ഊന്നുവടിയായിരുന്നു. തരാൻ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പാലക്കാട് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതാണ്. കുറെ നാൾ അവിടെ കിടന്ന് അവർ ഫ്രണ്ട്സായി. പിന്നെ ഇടയ്ക്കിടെ അവിടെ താമസിക്കാൻ തുടങ്ങി. അത് ചെറിയൊരു ആശുപത്രിയായിരുന്നു. എന്റെ അനുജൻ അവിടെ SBI ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്നു. റിസോർട്ട് ഡെവലപ്മെന്റ് ചെയ്യാൻ ബാലു പറഞ്ഞിട്ട് 1.5 കോടി രൂപ ലോൺ കൊടുത്തു എന്നാണ് അവൻ പറഞ്ഞത്. അതിനുശേഷം ബാലുവിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. തെളിവുകളൊന്നും തരാൻ എന്റെ കയ്യിലില്ല. വാഹനം ഓടിച്ചിരുന്ന അർജുനെ ആയുർവേദ ഡോക്ടർ തന്നെയാണ് ഡ്രൈവറായി വിട്ടത്. അവനെ നന്നാക്കാനാണ് കൂടെ കൂട്ടിയതെന്നാണ് ബാലു പറഞ്ഞത്. അർജുന്റെ പേരിൽ എന്തോ ക്രിമിനൽ കേസോ കൊട്ടേഷൻ ഏർപ്പാടോ ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മനഃപൂർവ്വം ഉണ്ടാക്കിയ ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നി. ഡ്രൈവർക്ക് കാലിൽ മാത്രമേ പരിക്കുള്ളൂ. സത്യം എന്താണെന്ന് ദൈവത്തിനെ അറിയൂ. വിവരങ്ങളൊക്കെ അപ്പോൾ എന്നെ അറിയിക്കണമെന്ന് DGP അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഒന്നും ഇതുവരെയും അറിയിച്ചിട്ടില്ല. ഒരു ഹൈ ലെവൽ എൻക്വയറി വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും അപേക്ഷ നൽകിയിട്ടുണ്ട്. വിതുമ്പലോടെ അദ്ദേഹം പറഞ്ഞു. ATM പണം മോഷ്ടിച്ച പ്രതികളെ സഹായിച്ചതിന് ബാലഭാസ്കറിന്റെ ഡ്രൈവറായ അർജുന് ഒറ്റപ്പാലം, ചെറുതുരുത്തി സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളുണ്ട്. പാലക്കാടുള്ള ആയുർവേദ ഡോക്ടറുമായി ബാലഭാസ്കറിന് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും എന്നാൽ ബാലഭാസ്കർ നൽകിയ 8 ലക്ഷം രൂപ ബാങ്ക് വഴി തന്നെ മടക്കി നൽകിയെന്നുമാണ് ഡോക്ടറുടെ മൊഴി. ബാലഭാസ്കറിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പിതാവ് CK ഉണ്ണി ആവശ്യപ്പെട്ടിരുന്നു. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു പിതാവിന്റെ പരാതി. മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ ബാലഭാസ്കറിന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിലേക്ക് നയിച്ച വാഹനാപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചിരുന്നു. അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആയിരുന്നില്ല, ഡ്രൈവർ അർജുൻ ആയിരുന്നുവെന്നായിരുന്നു ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ മൊഴി. അപകട സമയത്ത് ബാലഭാസ്കർ പിൻസീറ്റിൽ വിശ്രമിക്കുകയായിരുന്നു. ദീർഘദൂര യാത്രയിൽ ബാലഭാസ്കർ വണ്ടി ഓടിക്കാറില്ലെന്നും ഭാര്യ ലക്ഷ്മി മൊഴി നൽകിയിരുന്നു. എന്നാൽ കാർ ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നായിരുന്നു അർജുന്റെ മൊഴി. കൊല്ലത്തെത്തി വിശ്രമിച്ച ശേഷം ബാലഭാസ്കറാണ് കാർ ഓടിച്ചതെന്നായിരുന്നു ഡ്രൈവർ വിശദമാക്കിയത്. അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന 2 പേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യം വന്നതോടെയാണ് അപകടത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.